ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ്. എനിക്കറിയാം 1K എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കാര്യമാണ്. ആൻഡ് 10K ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. സോ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം ഞാനിപ്പോൾ കുറച്ച് നാളായി കണ്ടൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദ ബാറ്റ്മാൻ 2നെ കുറിച്ചാണ്. 2022 മാറ്റ് റീവ്സിൻ്റെ ദ ബാറ്റ്മാൻ മൂവി ഇറങ്ങിയപ്പോൾ ഞാനടക്കം എല്ലാ ബാറ്റ്മാൻ ഫാൻസും കോരിത്തരിച്ചായിരുന്നു ആ പടം കണ്ടത്. കാരണം ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഡാർക്ക് നൈറ്റ് ട്രയോളജിക്ക് ശേഷം അത്രയും കിടിലനായിട്ടുള്ളൊരു ബാറ്റ്മാൻ പടം കണ്ടത് അപ്പോഴായിരുന്നു. ബാറ്റ്മാൻ്റെ ഡിറ്റക്റ്റീവ് സൈഡിനെയൊക്കെ കിടിലനായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു പടം കൂടിയായിരുന്നു ദ ബാറ്റ്മാൻ. ആൻഡ് അതുകൊണ്ട് തന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാനടക്കമുള്ള എല്ലാ ബാറ്റ്മാൻ ഫാൻസും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ആൻഡ് 2022 കഴിഞ്ഞ് 23 പിന്നെ 24 കഴിഞ്ഞ് ഇപ്പോൾ 25. ഈ വർഷമെങ്കിലും ഈ പടം ഇറങ്ങുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. ബട്ട് ഡിയർ ബാറ്റ്മാൻ ഫാൻസ്, സാഡ്ലി ഈ വർഷം നമുക്ക് ഈ പടം കാണാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ DC യുടെ ഹെഡായിട്ടുള്ള ജെയിംസ് ഗൺ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ദ ബാറ്റ്മാൻ 2 മൂവി ഡിലേ ആകും, ഏകദേശം 2026 ആയിരിക്കും ഈ പടം റിലീസാവുക എന്നാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് ഈ ന്യൂസ് കേട്ടപ്പോൾ മിക്കവരെയും പോലെ തന്നെ ഞാനും സാഡായി. കാരണം ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരേ വർഷം തന്നെ ഒരു സൂപ്പർമാൻ മൂവിയും ഒരു ബാറ്റ്മാൻ മൂവിയും റിലീസിന് ഒരുങ്ങുന്നു എന്നതായിരുന്നു. ബട്ട് സാഡ്ലി ഈ വർഷം നമുക്ക് സൂപ്പർമാനെ മാത്രമേ കാണാൻ പറ്റൂ. ബാറ്റ്മാൻ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇത് ഡിലേ ആയതിന് രണ്ട് സൈഡുണ്ട്. നെഗറ്റീവ് സൈഡും ഉണ്ട്, അതേപോലെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ബട്ട് അതിനു മുമ്പ് ഈ പടം ഡിലേ ആയതിന് കാരണം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഡിലേ ആവാൻ കാരണം ഈ പടത്തിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള മാറ്റ് റീവ്സ് ആണ്. നമുക്കറിയാം പുള്ളി ഒരു സ്ലോ റൈറ്റർ ആണെന്ന്. ക്യാരക്ടേഴ്സിനെയും വേൾഡിനെയും ഒക്കെ സ്റ്റഡി ചെയ്ത് മെല്ലെ മെല്ലെ റൈറ്റ് ചെയ്താണ് പുള്ളി ഓരോ സ്ക്രിപ്റ്റും എഴുതുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരുപാട് സമയം വേണ്ടി വരും ഇത് റൈറ്റ് ചെയ്യാൻ. ആൻഡ് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫസ്റ്റ് ബാറ്റ്മാൻ പടം ഇറങ്ങിയിട്ട് 3 വർഷമായില്ലേ, ഇതുവരെയായിട്ടും പുള്ളി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലേ എന്ന്. വെൽ, ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് പുള്ളി വേറൊരു വർക്കും കൂടി ചെയ്തിരുന്നു, ദ പെൻഗ്വിൻ. നമുക്കറിയാം മാറ്റ് റീവ്സ് പുള്ളിയുടെ ബാറ്റ്മാൻ ഫ്രാഞ്ചൈസ് ഒരു യൂണിവേഴ്സ് തന്നെ ആക്കുന്നുണ്ടെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ദ പെൻഗ്വിൻ സീരീസും ക്രിയേറ്റ് ചെയ്തത്. മാറ്റ് റീവ്സ് ഈ സീരീസിൽ നല്ല പോലെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ഈ സീരീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ആ സീരീസ് എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ പുള്ളി അതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ദ ബാറ്റ്മാൻ മൂവിയിലെ വില്ലൻസ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ക്ലേ ഫേസിനെയും മിസ്റ്റർ ഫീസിനെയും ഒക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് VFXും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. ക്ലേ ഫേസ് എന്ന ക്യാരക്ടറിനെ അറിയാവുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം VFX വേണ്ട ഒരു ക്യാരക്ടറാണ് അതെന്ന്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു VFX ടീമിന് പടം കൊടുത്തില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ US ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരുപാട് ടൈം പിടിക്കും. സോ ഇതും ഈ മൂവി ഡിലേ ആവാൻ ഒരു കാരണമാണ്. ആൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഈ പടം ഡിലേ ആയത് നന്നായെന്ന്. യെസ്, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും സമയം എടുത്ത് അവർ മേക്ക് ചെയ്യുന്ന ഐറ്റം എത്ര മാരകമായിരിക്കുമെന്ന്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കാൻ പറ്റിയ മിക്ക ഫ്രാഞ്ചൈസികളും ഇതുപോലെ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നോളൻ്റെ ഡാർക്ക് നൈറ്റ് ട്രയോളജി എടുത്തു നോക്കാം. 2005 ബാറ്റ്മാൻ ബിഗിൻസ് ഇറങ്ങിയത്. ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് നോളൻ ഡാർക്ക് നൈറ്റ് ഇറക്കിയത്. അതും കഴിഞ്ഞ് 4 വർഷത്തോളം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഡാർക്ക് നൈറ്റ് റൈസസ് റിലീസായത്. സോ അത്രയും ടൈം എടുത്തതുകൊണ്ടാണ് ആ ഫ്രാഞ്ചൈസൊക്കെ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇനി ഒന്നും വേണ്ട, മാറ്റ് റീവ്സിൻ്റെ തന്നെ ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള പ്ലാനറ്റ് ഓഫ് ദ എപ്സ് എടുത്ത് നോക്കാം. അതും 3-3.5 വർഷം ഗ്യാപ്പ് എടുത്താണ് ചെയ്തിട്ടുള്ളത്. സോ ടൈം എടുത്ത് ചെയ്യുമ്പോഴാണ് മാക്സിമം ക്വാളിറ്റി കിട്ടുന്നത്. ആൻഡ് ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. നമുക്കറിയാം ഇപ്പോൾ ജെയിംസ് ഗണ്ണാണ് DC യുടെ മെയിൻ ഹെഡ് എന്ന്. പുള്ളി ഒരു സൈഡിൽ പുതിയൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുവാണ്. അതിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ വർഷം ഇറങ്ങാൻ പോകുന്ന സൂപ്പർമാൻ മൂവി. സോ എനിവേ, ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന റൂമർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെയിംസ് ഗൺ റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ പുള്ളിയുടെ യൂണിവേഴ്സിൽ കൊണ്ടുവരുന്നു എന്നാണ്. അതായത് റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ എല്ലാവരും ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത ഒരുപാട് ഫാൻസ് ഉള്ളൊരു ബാറ്റ്മാനാണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളി എന്തായാലും റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ ഈ ഒരു യൂണിവേഴ്സിൽ ഭാഗമാക്കാൻ നോക്കും. ഇത് ജെയിംസ് ഗൺ തന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ജെയിംസ് ഗൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ DC എന്ന യൂണിവേഴ്സിൽ എന്തായാലും ഒരു ബാറ്റ്മാൻ വേണം. സോ ഇപ്പോൾ പുള്ളി പുതിയൊരു ബാറ്റ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഹിറ്റാക്കുക എന്നത് വലിയൊരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അങ്ങനെ ചെയ്താൽ അറ്റ് എ ടൈം 2 ബാറ്റ്മാൻ്റെ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതൊട്ടും നല്ലതല്ല. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള റോബർട്ട് പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ കൊണ്ടുവരാൻ പുള്ളി എന്തായാലും നോക്കുന്നുണ്ട്. ദ ബാറ്റ്മാൻ 2 മൂവി ഇറങ്ങി അതിൻ്റെ റെസ്പോൺസിലായിരിക്കും പുള്ളി ഒഫീഷ്യലി അത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അത് എത്രമാത്രം വർക്കാവുമെന്ന് ഡൗട്ടാണ്. കാരണം നിങ്ങളിപ്പോൾ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ മൂവി നോക്കിയാൽ അത് ഭയങ്കര ഡാർക്ക് ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്.
ദ പെൻഗ്വിൻ എന്ന സീരീസ് എടുത്ത് നോക്കിയാലും അവിടെ അങ്ങനെ തന്നെയാണ്. സോ ഒരു സൂപ്പർ ഹീറോയുടെ സ്റ്റോറി ആണെങ്കിലും മാറ്റ് റീവ്സ് അതിനെ ഒരു പക്ക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്തെ ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സ് നോക്കിയാൽ ഈ സൂപ്പർമാൻ്റെ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മാരക ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഭയങ്കര ഫാൻറ്റസി സൂപ്പർ ഹീറോ മോഡിലുള്ള ഒരു യൂണിവേഴ്സാണ് പുള്ളി ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച, അതായത് മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാനെ ഈ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവന്ന അത് എത്രത്തോളം സിങ്ക് ആവുമെന്ന് വലിയൊരു ഡൗട്ടാണ്. ചിലപ്പോൾ ജെയിംസ് ഗൺ ഒരുപക്ഷെ പുതിയൊരു ബാറ്റ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. സോ എന്തായാലും ഈ വർഷം സൂപ്പർമാൻ കാണുമ്പോൾ അറിയാം പുള്ളി ഈ യൂണിവേഴ്സിനെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന്. സോ എനിവേ ദ ബാറ്റ്മാൻ 2 മൂവി നല്ലപോലെ തന്നെ ഡിലേ ആവാനാണ് ചാൻസ്. ഒന്നുകിൽ 2026 അല്ലെങ്കിൽ 2027. സോ ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയുള്ള തിയറീസും പ്രഡിക്ഷൻസും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.